ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ അട വെച്ചൊരു പായസം ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം 1 കപ്പ് അട ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. അട വേവുന്ന സമയം കൊണ്ട് നമുക്ക് പാൽ റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. പഞ്ചസാര നന്നായി അലിഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കാം. പാല് കുറുകി ഇതുപോലെ കളറൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച അട കൂടി ചേർത്ത് കൊടുക്കാം. അട ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അടയും പാലും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ഏലക്കായ പൊടിച്ചത് കൂടി ചേർക്കാം. അവസാനമായി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് വറുത്തെടുക്കാം. വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യോട് കൂടി തന്നെ പായസത്തിലേക്ക് ഒഴിക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് പാലട പായസം റെഡി. ഈ പായസം ചൂടോട് കൂടിയോ തണുപ്പിച്ചോ സെർവ് ചെയ്യാം.